നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അഹല്യ ഹോസ്പിറ്റലിൽ പ്രതിനിധീകരിച്ചിട്ട് അദ്ദേഹം ഐ ബാങ്ക് മാനേജറാണ്. അദ്ദേഹത്തിന് ഈ പ്രോഗ്രാം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊജക്റ്റിനെ കുറിച്ചുള്ളൊരു വിവരണം ചെറിയൊരു രീതി നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി നമ്മൾ അതാത് ക്ലബ്ബുകൾ അവരുടെ പരിസരത്ത് നല്ല രീതിയിലുള്ളൊരു ഫ്ലക്സ് അവരുടെ PSTയുടെയും അല്ലെങ്കിൽ കൺസേൺ പേഴ്സൺ ഒരാളുടെ ഫോൺ നമ്പറോട് കൂടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അഹല്യമായിട്ട് സംയുക്തമായിട്ട് ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഈ ബാനർ കണ്ടുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ബെനിഫിഷ്യറി ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതാത് ക്ലബ്ബുകളുടെ പ്രസിഡൻറ്റിൻ്റെ കൺസേൺ ലെറ്ററോട് കൂടി ഈ അഹല്യ ഹോസ്പിറ്റലിലോട്ട് വരുന്ന ആർക്കാണെങ്കിലും എനി ടൈം ഏത് സമയത്താണെങ്കിലും ഏത് ദിവസത്താണെങ്കിലും BPL കാർഡ് ഉടമകൾക്ക് നമുക്ക് കാറ്ററാക്ട് സർജറി ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്ലസ് ഈ APL കാർഡ് അവർക്ക് ഒരു പ്രത്യേക പാക്കേജുമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ഫ്രീ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു ബാനർ നമ്മൾ ക്ലബ്ബിലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതൊരു 365 ഡേ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്കൊരു മാസം 3000 പോയിൻ്റാണ് നമുക്ക് കിട്ടുക. ഒരു ദിവസം 100 പോയിൻ്റ് വെച്ചിട്ട് ആണ് നമുക്ക് ഡെയിലി റിപ്പോർട്ടിംഗ് ആണ് ഇതിന് വരിക. അപ്പോൾ നമ്മൾ ആ പോയിൻ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലബിൻ്റെ പരിസരത്ത് ഒരു ബാനർ വെച്ച ശേഷം മാത്രമേ നമുക്ക് പോയിൻ്റ് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്ലബ്ബുകൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. അപ്പോൾ ഈ വർഷവും നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അധ്യക്ഷൻ അശോകനെ ക്ഷണിച്ചു. താങ്ക് യു. പറഞ്ഞ കഴിഞ്ഞ വർഷം ശ്രീരാം വളരെ ഗംഭീരമായി ഇതേമാതിരി കോർഡിനേറ്റർ ബിജു പോർത്തൂരായിരുന്നു വിഷൻ്റെ കോർഡിനേറ്റർ. വളരെ ഗംഭീരമായി തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും വിഷൻ്റെ പ്രോഗ്രാം നടന്നിരുന്നത്. അന്നും ശ്രീരാം ഇതേമാതിരി നല്ലൊരു കോർഡിനേറ്ററായി എല്ലാ ക്ലബിലെയും ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ട് ഇതേമാതിരി അഹല്യയിലെ നേരത്തെ പറഞ്ഞ മാതിരി സർജറികളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അതേപോലെ ഈ വർഷവും ശ്രീരാം 2 ദിവസം മുമ്പേ എന്നെ പറഞ്ഞിരുന്നു അതേമാതിരി ഒരു പ്രോഗ്രാമാണ് ഈ വർഷം നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് ഞാൻ പറയുന്നത് എന്താ, എനിക്ക് ഒരു നിർബന്ധം എന്താ വെച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും ആരൊക്കെയാണോ നമുക്ക് കിട്ടേണ്ടത് വ്യക്തമായി കിട്ടേണ്ട വ്യക്തികൾ ആരാണോ അവർക്ക് ശരിക്കും നമുക്ക് ആ പ്രിയ പ്രൊജക്റ്റ് എന്താണോ അത് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ വിജയം. ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് 8 പ്രൊജക്റ്റാണ് ഈ വർഷം. സാധാരണ 4-5 പ്രൊജക്റ്റുകളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ 8 പ്രൊജക്റ്റിലായി കഴിഞ്ഞു. അതിലൊരു പ്രൊജക്റ്റാണ് നമ്മുടെ വിഷൻ. 8 പ്രൊജക്റ്റ് പറയുമ്പോൾ ഒന്ന് ചൈൽഡ്ഹുഡ് ക്യാൻസറും അതുപോലെ ഹങ്കർ ഹ്യൂമാനിറ്റേറിയൻ വന്നു, ഡിസ്ട്രിക്റ്റിൽ പിന്നെ ഡയബറ്റിക് വന്നു, ഡിസാസ്റ്റർ വന്നു, വിഷൻ, അതുപോലെ എൻവയോൺമെൻറ്റ്, അങ്ങനെ 8 പ്രൊജക്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ വർഷം 8 പ്രൊജക്റ്റും നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്, മെൻ്റൽ ഹെൽത്ത് അടക്കം. അപ്പോൾ 8 പ്രൊജക്റ്റും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു ക്ലബിന് നമുക്ക് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വിഷൻ പ്രോഗ്രാം 365 ദിവസത്തെ പ്രോഗ്രാം 11 ക്ലബും ചെയ്യുക പറയുമ്പോൾ നല്ലൊരു ഡിസ്ട്രിക്റ്റിനും അതുപോലെ നിങ്ങളുടെ ക്ലബിനും വരുന്ന ഒരു പോയിന്റ് ഏറ്റവും നല്ലൊരു ലെവലിലേക്ക് എത്തുന്നതാണ്. പിന്നെ നമുക്ക് വിഷൻ 365 പെർമനൻ്റ് പ്രൊജക്റ്റിന് തുടക്കമായി. പാലക്കാട് 318D 318E എന്നീ 2 ഡിസ്ട്രിക്റ്റുകളിലെ 11 ക്ലബ്ബുകൾ സംയുക്തമായി അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടന്നുവരുന്ന വിഷൻ 365 പെർമനൻ്റ് പ്രൊജക്റ്റിന് തുടക്കമായി. ഈ പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് സൗജന്യ നേത്ര ചികിത്സ ലഭിക്കും. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ അശോകൻ അവറുകൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ലയൺ ശ്രീരാം അവറുകൾ പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു. സോൺ ചെയർപേഴ്സൺ MBR മേനോൻ MJF, ലയൺ സെഡ്സി അർജുൻ MJF എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ലേഡീസ് സർക്കിൾ ജോയിൻറ്റ് സെക്രട്ടറി അംബിക അവറുകൾ നന്ദി പറഞ്ഞു. ഡിസ്ട്രിക്റ്റിൽ തന്നെ ആദ്യമായി 318 ക്ലബ്ബ് കൂടി സംയുക്തമായി പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ലയൺ ശ്രീരാം അവറുകൾ അഭിപ്രായപ്പെട്ടു. ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രനഗർ, ലയൺസ് ക്ലബ്ബ് ഓഫ് ചിറ്റ്ലഞ്ചേരി, ലയൺസ് ക്ലബ്ബ് ഓഫ് കൊല്ലങ്കോട്, ലയൺസ് ക്ലബ്ബ് ഓഫ് മലമ്പുഴ, ലയൺസ് ക്ലബ്ബ് ഓഫ് മേലാർക്കോട്, ലയൺസ് ക്ലബ്ബ് ഓഫ് ഒലവക്കോട്, ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് ടൗൺ, ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് ഗാലക്സി, ലയൺസ് ക്ലബ്ബ് ഓഫ് പോളി ജംഗ്ഷൻ, ലയൺസ് ക്ലബ്ബ് ഓഫ് തത്തമംഗലം, ലയൺസ് ക്ലബ്ബ് ഓഫ് പിലാത്തറ
എന്നിവരാണ് പദ്ധതിയുമായി സഹകരിക്കുന്നത്. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വെച്ചായിരുന്നു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ എല്ലാ ക്ലബിനും അത് നടന്നിട്ടുണ്ട്. പക്ഷെ അത് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോർഡ് വെക്കലും നിങ്ങളെല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ പോസ്റ്റർ അയച്ചു തരാം. അതേമാതിരി ഒരു പോസ്റ്റർ ഉണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലും എവിടെയെങ്കിലും കടയോ അല്ലെങ്കിൽ റേഷൻ കടകളോ മറ്റോ നമ്മൾ അതിൻ്റെ ഈ ഉദ്ദേശം തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാമെന്ന്, അർഹതപ്പെട്ടവരെ കൂടി പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർ വരുന്ന അമ്പലത്തിൻ്റെ മുമ്പിലോ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കുക, ഒരു നല്ല ഫ്രെയിമിൽ ഉണ്ടാക്കുക, ഒരു കൊല്ലം. അപ്പോൾ അതിൽ PSTയുടെ നമ്പർ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല കോർഡിനേറ്റർ ഉണ്ടെങ്കിൽ അവർ പേരും നമ്പറും വയ്ക്കുക. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ശ്രീരാമനെ കോൺടാക്ട് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്ത് ഒരു ഫോർമാറ്റ് ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ കൂടെ തന്നെ നമ്മൾ BPL കാർഡും അവരുടെ വേറെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ആധാറും അതും അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഇറ്റ് ഈസ് അപ്രൂവ്ഡ്, അല്ലെങ്കിൽ വിത്തിൻ ആൻ അവർ ഇറ്റ് ഈസ് അപ്രൂവ്ഡ്. അത്ര നല്ല സർവീസാണ് ഹെൽപ്പ് ചെയ്യുന്നത്, വളരെ നല്ല സർവീസാണ്. അപ്പോൾ സംഘാടകനാണ്. കാരണം വലിയ ചിലവില്ലാതെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് 11 ക്ലബ്ബുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ചന്ദ്രൻ ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ക്ലബിൻ്റെ പോയിന്റ് കൂട്ടാൻ വേണ്ടി ഒട്ടനവധി പ്രോജക്റ്റുകൾ അദ്ദേഹം ഞങ്ങൾ ജോയിൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംഭാര വിതരണം ഉൾപ്പെടെ എല്ലാ പരിപാടിയിലും മാക്സിമം ക്ലബ്ബുകളെ ചേർത്ത് പിടിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിസിബിലിറ്റി കിട്ടുന്ന കാര്യം, അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന കാര്യമാണ്. ഐക്യാമ്പാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നടത്തും, അത് കുറച്ചാളുകളെ കൊണ്ടുവരും. ഇത് നിരന്തരം 365 days എന്നുള്ളത് എപ്പോൾ വേണമെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ വരാവുന്ന ഒരു പ്രൊജക്റ്റാണ്. പ്രത്യേകിച്ച് അത് 11 ക്ലബ്ബുകൾ 318Dയിൽ 10 ക്ലബ്ബ്, ഒരു ക്ലബ്ബ് 318Eയിലുണ്ടായിരുന്നു ഉൾപ്പെടെ ക്ലബ്ബ്. വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ അശോകേട്ടനാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം ഏറ്റെടുത്ത പരിപാടികൾ ഒട്ടനവധി ക്ലബ്ബുകൾ ഉണ്ടാക്കേണ്ട ഒരുപാട് മെമ്പർഷിപ്പ് ചേർത്ത് വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. ഈ വർഷവും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പരിപാടി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ തന്നെ ഒരു നല്ല ടീമാണ് ഈ വർഷം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മളെ ഇതിലൊക്കെ നമുക്ക് കാര്യമായിട്ടൊന്നും സപ്പോർട്ടൊന്നും ചില ഭാഗങ്ങളിൽ കിട്ടിയിട്ടെങ്കിലും പല ഭാഗത്തുനിന്നും കിട്ടി. ഇപ്രാവശ്യം നിരന്തരം പല കാര്യങ്ങളും വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടും വേണ്ട സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഉള്ളൊരു ടീം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സുരേഷ് വാര്യരുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ ഒരു വർഷം വളരെ ഗംഭീരമായിട്ടൊരു പ്രവർത്തനം എല്ലാ ക്ലബ്ബുകൾക്കും കാഴ്ചവെക്കുമാറാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത ശ്രീരാമനും അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലയൺസ് ക്ലബ്ബ് പോലെയുള്ള ഇത്രയും വലിയൊരു സപ്പോർട്ട് എങ്ങനെയാണ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് എങ്ങനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാം? എങ്ങനെ ഒരു സാധാരണക്കാരൻ ഒരു വ്യക്തിക്ക് ലയൺസ് ക്ലബ്ബ് മൂലം ഒരു കാഴ്ച എങ്ങനെ, അതായത് ഒരിക്കലും ടീമിൻ്റെ മൂലം അല്ലാത്ത ഒരു കാഴ്ച നിങ്ങൾ മൂലം എങ്ങനെ അവർക്ക് കിട്ടും എന്നുള്ളതിൻ്റെ സിമ്പിൾ ഒരു ബ്രീഫായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേത്രദാനം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫായിട്ടൊരു ഈ പ്രസൻറ്റേഷൻ കാണിച്ചു തരാം. നമ്മുടെ ടൈം ഇസ് പ്രഷ്യസ്. ഇത്ര നേരം നമ്മളിവിടെ വന്ന് ഈ ഒരു നല്ലൊരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തതിനും അത് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുള്ളതിന് നമുക്ക് ആദ്യം നന്ദി പറഞ്ഞിട്ട് ഞാൻ വന്നവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.